നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാർ സാറാണ്. മറ്റൊരു +2 സേ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരുന്നത് 3 ഡയമെൻഷൻ ജോമെട്രിയിൽ നിന്നും അടിപൊളി ചോദ്യമാണ് കേട്ടോ. അടിപൊളി ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടുമില്ല, പക്ഷേ എക്സാമിന് വരുന്നതും അത് നല്ലതല്ലേ. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത എക്സാമിന് വരുന്ന ഉറപ്പുള്ള ചോദ്യം. മറ്റൊരു സവിശേഷത, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, പക്ഷെ നിങ്ങൾ നോക്കാത്തത് കൊണ്ട് അറിയാൻ വയ്യാതായത്. അപ്പോൾ നമുക്ക് ആ പ്രശ്നമൊക്കെ മാറ്റിത്തരാം. ഇപ്പോൾ അങ്ങോട്ട് ചെയ്തോണം, അല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരും. കൃത്യമായിട്ടൊരു നോട്ട്ബുക്ക് എടുത്ത് അങ്ങോട്ട് ചെയ്ത് പഠിച്ചേക്കണം. ഓക്കെ, കാരണം നോട്ട്ബുക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതിന് കൂടെ അങ്ങോട്ടൊരു ബുക്ക് വെച്ച് എഴുതിക്കോണേ. ക്വസ്റ്റൻ ഇതാണ്: ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് of the line joining 2 minus 3 1 and 4 1 6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസിനെ കണ്ടുപിടിക്കണം. വളരെ എളുപ്പം എന്ന് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ശേഷം തോന്നുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുക, ആദ്യം ഡയറക്ഷൻ റേഷ്യോസിനെ കണ്ടുപിടിക്കണം മോനെ. ഡയറക്ഷൻ റേഷ്യോസ് അതിനെന്താ ചെയ്യണമെന്ന് നോക്കുകയാണേ. ഇവിടെ നിന്നും ഇങ്ങോട്ട് മൈനസ് ചെയ്യണം, ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ മൈനസ് ചെയ്യണം. ഫസ്റ്റിൽ നിന്ന് ഫസ്റ്റ്, സെക്കൻഡിൽ നിന്ന് സെക്കൻഡ്, തേർഡിൽ നിന്ന് തേർഡ്, ഇങ്ങനെ വളരെ സ്ലോയി കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടല്ല കേട്ടോ, രണ്ടാമത്തേത് ആദ്യത്തിലോട്ടോ. 4 minus 2 ഓക്കെ, കോമ. അടുത്ത 1 minus 3, അപ്പോൾ 2 - 1 പ്ലസ് ആയിക്കോളും. അടുത്ത 6 minus 1 ഓക്കെ, ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 4 minus 2 1 minus 3 1 plus 3 4 6 minus 1 5. ഇത്രയേ ഉള്ളൂ ഡയറക്ഷൻ റേഷ്യോസ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നവൻ. ഇത്രയേ ഉള്ളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ആണേ. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, 3 പേരുണ്ട് കേട്ടോ. ഒന്നാമത് L = cos alpha. ഓക്കെ, അടുത്തത് M = ഉണ്ട് കേട്ടോ. അടുത്തത് M = cos beta. അടുത്തത് N = cos gamma. ഇവരൊക്കെയാണ് ഡയറക്ഷൻ കൊസൈൻസ്. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ എത്ര പേരുണ്ട് മോനെ? 3 പേരില്ലയോ? ഫസ്റ്റ് നമ്പർ അങ്ങോട്ട് എഴുതാണ് 2 ബൈ റൂട്ടിനുള്ളിൽ ഇതിൻ്റെ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16, 25, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 45. ഓക്കെ ആണോ? 16 4 20 25 45. ഓക്കെ, തീർന്നു. അപ്പോൾ ആൻസർ 2 ബൈ കേട്ടോ, 2 ബൈ √45. ഇതാണ് ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈൻ. സെക്കൻഡ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് നമ്പർ എത്ര മോനെ? 4. ഇനി ഒന്നും ചെയ്യേണ്ട, √45. തേർഡ് ഡയറക്ഷൻ കൊസൈൻ 5 ബൈ √45. കഴിഞ്ഞു. അയ്യോ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടോ എന്ത് എളുപ്പമായിരുന്നു അല്ലേ? ഞാൻ എന്തോ സമയം എടുത്തു, വളരെ എളുപ്പം അല്ലേ? പക്ഷേ നമുക്കൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണേ. സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നേക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ഡയറക്ഷൻ റേഷ്യോ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റുകളെ കറസ്പോണ്ട് ചെയ്യേണ്ട. ഫസ്റ്റ് മൈനസ് ഫസ്റ്റ്, ഇങ്ങനെ സെക്കൻഡ് മൈനസ് സെക്കൻഡ്, തേർഡ് മൈനസ് തേർഡ്. 3 നമ്പർ കിട്ടി. ഫസ്റ്റ് നമ്പർ ബൈ √(sum of the squares of these numbers) we get √45. ന്യൂമറേറ്റർ ഈസ് 2. സെക്കൻഡ് ഇനിയും ചെയ്യേണ്ട, 4 ബൈ √45, 5 ബൈ √45. പ്രോബ്ലം തീർന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കാതെ. ഒത്തിരി കുട്ടികൾക്ക് ഇത് ആവശ്യമായിട്ടുള്ളതുകൊണ്ട് ആരാ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അങ്ങോട്ട് ചെല്ലട്ടെ, അവരുടെ കയ്യിലോട്ട് അല്ലേ, ചെന്ന് അവർ തീരുമാനിക്കട്ടെ മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഗുഡ് ബൈ.